നല്ല ഫ്രഷ് പീസാ സാറേ. 18 തികഞ്ഞതേ ഉള്ളൂ. ആരും ഇതുവരെ തൊട്ടുപോലും നോക്കിയിട്ടില്ല. വേശ്യാലയത്തിന്റെ ഉടമയായ സ്ത്രീ വിലപേശി വാങ്ങാൻ വന്നയാളോട് പറയുന്നത് അകത്തളങ്ങളിൽ നിൽക്കവേ ഉണ്ണിമായ കേട്ടിരുന്നു. ശബ്ദമില്ലാതെ കരയാനല്ലാതെ ഒന്നിനും കഴിഞ്ഞില്ല അവൾക്ക്. കാരണം അവളെ ഈ നരകത്തിലേക്ക് കൊണ്ടുവന്ന് തള്ളിയത് അവളുടെ അച്ഛൻ്റെ ഭാര്യയാണ്. ഉണ്ണിമായ നന്നേ ചെറുപ്പത്തിലെ അമ്മയെ നഷ്ടമായ അവൾക്ക് ആകെ സ്വന്തമെന്ന് പറയാനുണ്ടായിരുന്നത് അച്ഛൻ മാത്രമായിരുന്നു. എന്നാൽ അദ്ദേഹം രണ്ടാമതൊരു വിവാഹം കഴിച്ചതോടെ സ്വന്തം വീട് അവൾക്കൊരു നരകമായി തീർന്നു. രണ്ടാനമ്മയുടെ കൊടും ക്രൂരതകൾക്ക് പാത്രമാകേണ്ടി വന്ന ബാല്യം. എങ്കിലും അച്ഛൻ്റെ സംരക്ഷണത്തിൽ പേടിയില്ലാതെ അന്തിയുറങ്ങുമായിരുന്നു ഉണ്ണിമായ. പക്ഷേ അപ്രതീക്ഷിതമായി സംഭവിച്ച അവളുടെ അച്ഛൻ്റെ മരണത്തോടെ തീർത്തും ഒറ്റപ്പെട്ടു പോയി അവൾ. ദാരിദ്ര്യം പറഞ്ഞ് ചെറിയമ്മ അവളുടെ പഠിപ്പ് നിർത്തി. എന്നിട്ട് ഉണ്ണിമായയെ വീട്ടുജോലിക്കായി ഒരിടത്തേക്ക് കൊണ്ടുപോയി. എന്നാൽ അതൊരു ചതിക്കുഴിയായിരുന്നു എന്ന് അവൾ തിരിച്ചറിയുന്നത് ഏറെ വൈകിയാണ്. പണത്തിനു വേണ്ടി ആ സ്ത്രീ അവളെ ഈ വേശ്യാലയത്തിന് വിറ്റു. ഈ കഴിഞ്ഞ ദിവസങ്ങൾ അത്രയും മാനം സംരക്ഷിക്കാനായി ഒരു പോള കണ്ണടയ്ക്കാതെ ആ ഇരുണ്ട മുറിയിൽ ഭയത്തോടെ കഴിഞ്ഞുകൂടുകയായിരുന്നു അവൾ. എന്നാൽ ഇന്നത്തോടെ മാനവും തനിക്ക് നഷ്ടമാകുമെന്ന് അവൾ ഉറപ്പിച്ചു. അവളുടെ ശരീരം വിൽക്കപ്പെടുന്നത് അവൾ കൺമുന്നിൽ കണ്ടു. വേശ്യാലയത്തിലെ സ്ത്രീ ആർത്തിയോടെ പണം എണ്ണി നോക്കുന്നതും അവളെ കൈമാറ്റം ചെയ്യുന്നതും മരവിച്ചു പോയ മനസ്സോടെ ആ പാവം നോക്കി നിന്നു. കയറ്, അവളെ വാങ്ങിയ അയാൾ അവജ്ഞയോടെ പറഞ്ഞതും ഭയത്തോടെ അയാളെ ഒന്ന് നോക്കി കയ്യിലെ ചെറിയ ഭാണ്ഡക്കെട്ടും നെഞ്ചിൽ അടക്കിപ്പിടിച്ച് കാറിലേക്ക് കയറി. ആ നിമിഷം ജീവനില്ലാത്ത ഒരു ശരീരം പോലെയായിരുന്നു ഉണ്ണിമായ. 100 ചോദ്യങ്ങൾ ഉള്ളിൽ നിറഞ്ഞു. എങ്ങോട്ടാണ് എന്നെ കൊണ്ടുപോകുന്നത്? ഇയാൾക്ക് വേണ്ടിയാണോ ഞാൻ കാവിരിക്കേണ്ടത്? അതോ ഇയാളെ തേടിയെത്തുന്ന കാട്ടുമൃഗങ്ങൾക്കോ? ഒന്നും അറിയില്ല. ഒരു വലിയ തറവാട്ടുമുറ്റത്ത് കാർ കൊണ്ടുവന്ന് നിർത്തിയതും അത്ഭുതത്തോടെ ഉണ്ണിമായ അവിടേക്ക് നോക്കി. ആ വലിയ വീട്ടിലേക്ക് നോക്കി നിൽക്കെ ഉണ്ണിമായ്ക്കൊന്നും മനസ്സിലായില്ല. ഇവിടെ എൻ്റെ ആവശ്യം എന്തായിരിക്കും എന്നവൾ മനസ്സിൽ ചിന്തിച്ചു. ആ തറവാടിൻ്റെ ഉമ്മർത്ത് ഒരു കാഴ്ചവസ്തുവായി നിൽക്കുമ്പോൾ അവളെ കൂട്ടിക്കൊണ്ടുവന്ന അയാൾ കൂടാതെ ഒരു സ്ത്രീയും ഒരു പെൺകുട്ടിയും ഒരു ചെറുപ്പക്കാരനും ഉണ്ടായിരുന്നു. ഇന്നു മുതൽ നീയൊരു പ്രാന്തന്റെ വെപ്പാട്ടിയാണ്. ഈ മാണിക്യമംഗലം തറവാട്ടിലെ ആദിഭൈരവന്റെ വെപ്പാട്ടി. ഉണ്ണിമയെ കൂട്ടിക്കൊണ്ടുവന്ന ആ മധ്യവയസ്കനാണ് അത് പറഞ്ഞത്. കാതിൽ ഈയം ഒരുക്കി ഒഴിച്ചതുപോലെയാണ് ആ വാക്കുകൾ അവളിൽ തുളഞ്ഞു കയറിയത്. മനസ്സിലായില്ലേ? എങ്ങനെയെങ്കിലും ആ പ്രാന്തന്റെ ഭ്രാന്ത് മാറണം. അതിനൊരു സ്ത്രീ സാന്നിധ്യം ആവശ്യമാണ്. അതിനായാണ് നിന്നെപ്പോലെ ഒരു പിഴച്ചവളെ തന്നെ ഈ കോവിലകത്തേക്ക് കൊണ്ടുവന്നത്. അയാൾ അവജ്ഞതയോടെ പറഞ്ഞു നിർത്തുമ്പോൾ അയാൾക്ക് ഒപ്പമുണ്ടായിരുന്നവരുടെ മുഖത്തും അതേ അവജ്ഞത തന്നെയായിരുന്നു പ്രകടമായത്. ഒരു ഞെട്ടലോടെ ഉണ്ണിമായ അയാളെ നോക്കി. എൻ്റെ അച്ഛൻ്റെ പ്രായമുണ്ട് അയാൾക്ക്. എന്നിട്ടും എങ്ങനെയാണ് അയാൾക്ക് ഇങ്ങനെയൊക്കെ എന്നോട് പറയാൻ തോന്നിയത്? മിഴികൾ പോലും ഉയർത്താൻ ശേഷിയില്ലാതെ ഒന്ന് തലയനക്കി ഉണ്ണിമായ. ഒരു ഭ്രാന്തന്റെ ഭ്രാന്ത് ശമിപ്പിക്കാനുള്ള വെറും ഒരു വസ്തുവാണോ ഞാൻ? അതോ ഇത് മറ്റെന്തെങ്കിലും ചതിയോ? ആരുടെയൊക്കെയോ ചരടുകൾക്കൊത്ത് ചലിച്ച് ഈ ജീവിതം എന്നെ എവിടേക്കാണ് കൊണ്ടുപോകുന്നത്? അവളുടെ നെഞ്ചിൽ ഞെരിപിരി കൊണ്ട ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം ആ വലിയ തറവാടിന്റെ മുറ്റത്തേക്ക് കാറിരച്ചു വന്ന നിമിഷം അവസാനിച്ചിരുന്നു. മനസ്സിലായില്ലേ? എങ്ങനെയെങ്കിലും ആ പ്രാന്തന്റെ വട്ട് മാറണം. അത്രയുള്ളൂ ഞങ്ങൾക്ക് നിന്നെ കൊണ്ടുള്ള ആവശ്യം. നിന്നെപ്പോലുള്ള ഒരു പിഴച്ചവളെ തന്നെ ഈ കാര്യത്തിന് ഞാനിവിടെ കൊണ്ടുവന്നപ്പോൾ നിനക്ക് മനസ്സിലായി കാണുമല്ലോ അല്ലേ? കോവിലകത്തെ ഉമ്മറപ്പടിയിൽ 4 പേരടങ്ങുന്ന സദസ്സിന് മുന്നിൽ അയാൾ അവൾക്ക് നേരെ വിരൽ ചൂണ്ടി. ഇത് രാജശേഖരൻ തമ്പി, ശിവമംഗലം ആദിഭൈരവൻ എന്ന കൊച്ചു തമ്പുരാന്റെ ഒരേയൊരു അമ്മാവൻ. അയാളുടെ ഭാര്യ രേണുക, മകൾ 24 വയസ്സുകാരി ഗായത്രി. ബാംഗ്ലൂരിലെ പഠിത്തം കഴിഞ്ഞ് സ്വത്തിനു വേണ്ടി മാത്രം കൊച്ചു തമ്പുരാന്റെ വധുവാകാൻ കാത്തിരിക്കുന്നവൾ. മകൻ 28 വയസ്സുകാരൻ ഗിരിധരൻ. അച്ഛൻ്റെ ഇത്തിൽ കണ്ണിയായി കടിച്ചു തൂങ്ങി സുഖിച്ചു കഴിയുന്നു. ഗിരിയുടെ വശ്യമായ നോട്ടത്തിന് മുഖം കൊടുക്കാതെ ഉണ്ണിമായ തൻ്റെ ഭാണ്ഡക്കെട്ടിനെ നെഞ്ചോട് ചേർത്ത് പേടിയോടെ നിന്നു. എൻ്റെ അനന്തരവൻ ശിവമംഗലത്തെ കൊച്ചുതമ്പുരാൻ. 2 വർഷമായി കൊണ്ടു നടക്കുന്ന അവൻ്റെ ചിത്തഭ്രമം മാറാൻ ഇനിയൊരു സ്ത്രീ സാന്നിധ്യം കൊണ്ടേ സാധിക്കുള്ളൂ എന്നാണ് കാളിയാർ മഠത്തിലെ ശങ്കരൻ വൈദ്യർ പറഞ്ഞേക്കുന്നത്. അങ്ങനെയൊരു പെൺകുട്ടിക്ക് ഇനി അവനെ അടക്കാൻ കഴിയുള്ളൂ അത്രേ. അതായത് എല്ലാ അർത്ഥത്തിലും. കുട്ടിക്ക് മനസ്സിലാകുന്നുണ്ടോ? മിഴികൾ പോലും ഉയർത്താൻ ശേഷിയില്ലാതെ ഉണ്ണിമായ തരിപ്പോടെ ഒന്ന് തലയനക്കി.
അനുസരണയുള്ള ഒരു നായയെപ്പോലെ അവൻ്റെ ആവശ്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കണം. ഒരു ഭാര്യയെപ്പോലെ രാവും പകലും കൂടെ നിന്ന് നോക്കണം. മരുന്നെല്ലാം കൃത്യമായി കൊടുക്കണം. അറിയാലോ, രോഗം ചിത്തഭ്രമമാണ്. ആക്രമണ സ്വഭാവം ഉണ്ട് തമ്പ്രാന്. എല്ലാം കുട്ടി വേണം നോക്കിയും കണ്ടും ചെയ്യാൻ. അയാൾ കടുത്ത ശബ്ദത്തോടെ അവളെ നോക്കി കണ്ണുരുട്ടി. ഹാ, പിന്നൊരു കാര്യം കൂടി. അയാളുടെ ഭാര്യ രേണുക മുന്നിലേക്ക് ഇരച്ചു വന്നു. അവൻ്റെ ഭ്രാന്ത് മാറിക്കഴിഞ്ഞാൽ പിന്നെ ഒരു നിമിഷം പോലും നീ ഇവിടെ നിൽക്കരുത്. അവൻ്റെ കൺവെട്ടത്ത് പോലും പെടാത്തത്ര ദൂരത്തേക്ക് എവിടേക്കെങ്കിലും ഓടിപ്പൊക്കോണം നീ. എങ്ങോട്ടെങ്കിലും. അതിനുള്ള പണം ഞങ്ങൾ ഇവിടുന്ന് തന്നോളാം. പറഞ്ഞത് മനസ്സിലായോ നിനക്ക്? അത്രയും പറഞ്ഞ് ഒരു ആക്രോശത്തോടെ ചീറി ആ സ്ത്രീ അകത്തേക്ക് കുതിച്ചു കയറി. അവർക്ക് പിന്നാലെ വെറുപ്പോടെ നോക്കി ഗായത്രി, വഷളഞ്ചിരിയോടെ താടി ഒഴിഞ്ഞ ഗിരിയും. രാജശേഖരൻ അവളെ അടിമുടി നോക്കി ഒരു മൂളലോടെ പുറത്തേക്കിറങ്ങി. ആ കൗലകത്തെ ഉമ്മറപ്പടിയിൽ അവൾ മാത്രം. കയ്യിൽ കരുതിയിരുന്ന ഒരു പാണ്ടക്കെട്ടും മുറുകെ പിടിച്ച് അവൾ തനിയെ. ഉണ്ണിമായ്ക്ക് വല്ലാതെ സങ്കടം തോന്നി. ആർക്കും വേണ്ടാത്ത ഒരു വേശ്യയുടെ അവസ്ഥയായി താനും എന്നവൾ ചിന്തിച്ചു. അവളുടെ പേലി തിങ്ങിയ മിഴികൾ അറിയാതെ നിറഞ്ഞു. ഏങ്ങിപ്പിടഞ്ഞുകൊണ്ട് ഒരു പൊട്ടിക്കരച്ചിലൂടെ അവൾ വാ പൊത്തിക്കിതച്ചതും പെട്ടെന്ന് ആ വലിയ തറവാടിന്റെ ഉള്ളിൽ നിന്നും ഒരു ആണിന്റെ കരച്ചിൽ ഉറക്കി കേട്ടു. കോലത്തെ ഉള്ളറകളിൽ നിന്നും അവളെ തേടിയെത്തുന്ന ഭയപ്പെടുത്തുന്ന ഒരലർച്ച. അത്രയേറെ ഭയാനമായ ആ ശബ്ദം കേട്ട് ആ പാവം പെണ്ണ് ഞെട്ടി വിറച്ചുപോയി. തന്നെ കടിച്ചു കീറാൻ തക്കവണ്ണം കലിയോടെ അലർന്ന കൊച്ചുതമ്പ്രാന്റെ കൂടെയാണ് ഇനി തനിക്കുള്ള ജീവിതം എന്ന തിരിച്ചറിവോടെ 18 വയസ്സിന്റെ തിളക്കമുള്ള കണ്ണുകളിൽ ഇപ്പോൾ ഭയം മാത്രം നിഴലിക്കുന്നു. രാജശേഖരൻ തമ്പിയും കുടുംബവും അകത്തേക്ക് പോയി കഴിഞ്ഞു. വിശാലമായ ആ തറവാടിന്റെ ഉമ്മറപ്പടിയിൽ ഉണ്ണിമായ തനിച്ചായി. ചുറ്റുമുള്ള കാറ്റിൽ പോലും ഏതോ വന്യമായ ഗന്ധം കലർന്നതുപോലെ അവൾക്ക് തോന്നി. തന്റെ കയ്യിലുള്ള ചെറിയ തുണിക്കെട്ട് അവൾ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. അതിൽ അവളുടെ മരിച്ചുപോയ അമ്മയുടെ ഒരേയൊരു പഴയ സാരിയുണ്ടായിരുന്നു. അതാണ് അവളുടെ ഏക ആശ്വാസം. പെട്ടെന്നാണ് അകത്തുനിന്നും ആ അലർച്ച വീണ്ടും ഉയർന്നത്. അത് വെറുമൊരു കരച്ചിലായിരുന്നില്ല. ചങ്ങലയ്ക്കകപ്പെട്ട ഏതോ വന്യമൃഗത്തിന്റെ രോദനം പോലെ ഭയാനകരമായിരുന്നു അത്. ടീ, അവിടെ തന്നെ തറഞ്ഞു നിൽക്കാതെ അകത്തോട്ട് കയറി വാ. രേണുകയുടെ പരുക്കൻ ശബ്ദം കേട്ട് ഉണ്ണിമായ ഞെട്ടി വിറച്ചു. ഭയത്തോടെ കാലുകൾ വലിച്ചു വെച്ച് അവൾ ഉള്ളിലേക്ക് നടന്നു. തറവാട്ടിന്റെ അകത്തളങ്ങളിൽ ഇരുട്ട് പടർന്നു തുടങ്ങിയിരിക്കുന്നു. വലിയ തൂണുകളും പഴയ ചുവർച്ചിത്രങ്ങളും അവളെ തുറച്ചു നോക്കുന്നത് പോലെ തോന്നി. വീടിന്റെ ഏറ്റവും മറ്റത്തുള്ള ഒരു ഇരുമ്പുവാതിലുകളുള്ള ഒരു മുറിക്ക് മുന്നിൽ അവർ എത്തി. പുറത്തു നിന്നും വലിയ പൂട്ടുകൾ ഇട്ടിട്ടുണ്ട്. ഇതാണ് നിന്റെ താവളം. ഇതിനുള്ളിലാണ് ആദിഭൈരവൻ. പുറത്തു നിന്നുള്ള പൂട്ട് ഞങ്ങൾ തുറന്നു തരാം. പക്ഷേ ഓർത്തോ, അകത്തുനിന്നും നീ വാതിൽ തുറക്കാൻ ശ്രമിക്കരുത്. അവൻ നിന്നെ കൊല്ലുമോ അതോ ജീവനോടെ വിടുമോ എന്നതൊക്കെ നിന്റെ വിധി. ഗിരിധരൻ ഒരു വഷളൻചിരിയോടെ പറഞ്ഞു. വാതിൽ തുറക്കപ്പെട്ടു. രേണുക അവളെ അകത്തേക്ക് തള്ളി. ഭാരമുള്ള ആ വാതിൽ വലിയ ശബ്ദത്തോടെ അടഞ്ഞു. ഉണ്ണിമായി ശ്വാസം അടക്കി പിടിച്ചു നിന്നു. മുറിക്കുള്ളിൽ വെളിച്ചം കുറവാണ്. ചിതറിക്കിടക്കുന്ന പുസ്തകങ്ങളും പൊട്ടിയ ചില്ലുകളും മരുന്നിന്റെ രൂക്ഷഗന്ധവും അവിടെ നിറഞ്ഞു നിന്നിരുന്നു. മുറിയുടെ മൂലയിൽ ജനാലയ്ക്കൽ പുറം തിരിഞ്ഞു നിൽക്കുന്ന ഒരു രൂപം അവൾ കണ്ടു. നീളമുള്ള മുടിയും തോളുറുപ്പുള്ള ശരീരവുമുള്ള ഒരു യുവാവ്. അവനായിരുന്നു ആദിഭൈരവൻ. ഒരിക്കൽ ഈ നാട് ഭരിച്ചിരുന്ന തറവാട്ടിലെ ഇളമുറക്കാരൻ. ഇന്ന് വെറുമൊരു ഭ്രാന്തൻ. അവൾ പതുക്കെ അവനടുത്തേക്ക് നീങ്ങി. പെട്ടെന്ന് ആദിഭൈരവൻ തിരിഞ്ഞു. അവന്റെ കണ്ണുകൾ ചുവന്നിരുന്നു. കാട്ടുതീ പോലെ ജ്വലിക്കുന്ന ആ കണ്ണുകളിൽ ഉണ്ണിമായ നോക്കി നിന്നു. അവൻ പെട്ടെന്ന് അവളുടെ കഴുത്തിനു നേരെ കൈനീട്ടി. ആരാണ് നീ? നിന്നെയും അവർ കൊന്നുകളയാൻ വിട്ടതാണോ? അവന്റെ ശബ്ദം ഗാംഭീര്യമുള്ളതാണെങ്കിലും അതിൽ വേദന കലർന്നിരുന്നു. ഉണ്ണിമായ്ക്ക് ശബ്ദം പുറത്തു വന്നില്ല. അവളുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ തുള്ളികൾ അവന്റെ കൈകളിലേക്ക് ഇറ്റു വീണു. ആ ചൂടുള്ള കണ്ണീർ തടഞ്ഞപ്പോൾ അവൻ പെട്ടെന്ന് കൈ പിൻവലിച്ചു. അവന്റെ മുഖത്ത് വന്യത മാറി ഒരു തരം വിഭ്രാന്തി പ്രകടമായി. നീ കരയുകയാണോ? ഇവിടെ ആരും കരയാറില്ല. എല്ലാവരും ചിരിക്കുകയാണ്. എന്റെ നാശം കണ്ട് ചിരിക്കുന്നവർ. അവൻ പിറുപിറുത്തുകൊണ്ട് നിലത്തിരുന്നു. ദിവസങ്ങൾ കടന്നുപോയി. ഉണ്ണിമായ പതുക്കെ ആദിയുടെ ലോകത്തിന്റെ ഭാഗമായി. എല്ലാവരും ഭ്രാന്തനെന്ന് വിളിക്കുന്ന ആ മനുഷ്യനിൽ അവൾ കണ്ടത് മുറിവേറ്റ ഒരു പാവം കുട്ടിയെയാണ്. അവൾ അവന് കൃത്യസമയത്ത് മരുന്നുകൾ നൽകി. അവൻ കഴിക്കാൻ വിസമ്മതിക്കുമ്പോൾ പാട്ടുപാടി കൊടുത്തു. ഒരിക്കൽ മുറി വൃത്തിയാക്കുന്നതിനിടയിൽ ആദിക്ക് നൽകുന്ന മരുന്നിന്റെ കുപ്പി അവൾ പരിശോധിച്ചു.
ആയുർവേദ മരുന്നാണെന്ന് പറഞ്ഞ് രാജശേഖരൻ തമ്പി നൽകുന്നത് യഥാർത്ഥത്തിൽ ആളിനെ മയക്കിക്കിടത്തുന്നതും ബുദ്ധിഭ്രമം ഉണ്ടാക്കുന്നതുമായ ലഹരി കലർന്ന വിഷമായിരുന്നു. ഉണ്ണിമായ നടുങ്ങിപ്പോയി. ആദിയെ ഭ്രാന്തനാക്കി നിർത്തിയാൽ മാത്രമേ തറവാട്ടിലെ സ്വത്തുക്കൾ രാജശേഖരനും കുടുംബത്തിനും അനുഭവിക്കാൻ കഴിയൂ എന്ന് അവൾക്ക് മനസ്സിലായി. അവൾ ഒരു തീരുമാനമെടുത്തു. ഈ നരകത്തിൽ നിന്നും ആദിയെ തനിക്ക് രക്ഷിക്കണം. അവൾ രഹസ്യമായി ആ മരുന്നുകൾ ഒഴിവാക്കാൻ തുടങ്ങി. പകരം തറവാട്ടുവളപ്പിൽ നിന്നും കിട്ടുന്ന ഔഷധ സസ്യങ്ങൾ കൊണ്ട് അവൾ അവനെ ശുശ്രൂഷിച്ചു. ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ആദിയുടെ കണ്ണുകളിലെ ചുവപ്പ് മാറിത്തുടങ്ങി. അവന്റെ സംസാരത്തിൽ വ്യക്തത വന്നു. ഉണ്ണിമായേ, നീ എന്തിനാണ് എനിക്ക് വേണ്ടി ഇത്രയും സഹിക്കുന്നത്? അവർ നിന്നെയും കൊല്ലും. ഒരു രാത്രിയിൽ അവൻ അവളുടെ കൈ പിടിച്ച് ചോദിച്ചു. എനിക്ക് മരിക്കാൻ പേടിയില്ല തമ്പുരാനെ, പക്ഷേ നിങ്ങൾ ഈ ചതിയിൽ നിന്നും എനിക്ക് രക്ഷിക്കണം, അവൾ ഉറപ്പോടെ പറഞ്ഞു. അന്നേരം പുറത്ത് രാജശേഖരനും ഗിരിധരനും പുതിയൊരു പ്ലാൻ തയ്യാറാക്കുകയായിരുന്നു. ആദിയുടെ ഭ്രാന്ത് മാറുന്ന ലക്ഷണം കണ്ടു തുടങ്ങിയാൽ അവരെ രണ്ടുപേരെയും എന്നേക്കുമായി ഇല്ലാതാക്കാൻ അവർ തീരുമാനിച്ചു. ആ രാത്രി മാണിക്യമംഗലം തറവാട് ഒരു വലിയ ശബ്ദത്തോടെ ഉണർന്നു. ആദിയുടെ മുറിക്ക് തീ പിടിച്ചിരിക്കുന്നു. രാജശേഖരൻ ആസൂത്രണം ചെയ്തതായിരുന്നു അത്. ഭ്രാന്തൻ സ്വയം തീയിട്ട് മരിച്ചു എന്ന് വരുത്തി തീർക്കാനായിരുന്നു ലക്ഷ്യം. പുക പടരുന്ന മുറിക്കുള്ളിൽ ഉണ്ണിമായ ബോധമറ്റ് വീണു. എന്നാൽ താൻ ഇതുവരെ അഭിനയിച്ചു കൊണ്ടിരുന്ന ഭ്രാന്ത് വെടിഞ്ഞ് പൂർണ്ണ ആരോഗ്യവാനായ ആദിഭൈരവൻ അവളെ കൈകളിൽ കോരിയെടുത്തു. തറവാടിന്റെ വാതിൽ അവൻ ചവിട്ടി തുറന്നു. മുറ്റത്ത് നിൽക്കുന്ന രാജശേഖരന്റെയും കുടുംബത്തിന്റെയും മുന്നിലേക്ക് ആദിഭൈരവൻ ഒരു അഗ്നിപർവ്വതം പോലെ നടന്നു വന്നു. അവന്റെ കൈകളിൽ ഉണ്ണിമായ സുരക്ഷിതയായിരുന്നു. അമ്മാവാ, ആദിഭൈരവൻ മരിച്ചിട്ടില്ല. നിങ്ങൾ നൽകിയ വിഷം എന്നെ തളർത്തിയിട്ടുണ്ടാകാം, പക്ഷേ ഈ പെൺകുട്ടിയുടെ സ്നേഹം എന്നെ തിരികെ കൊണ്ടുവന്നു. രാജശേഖരനും കുടുംബവും ഭയന്നു വിറച്ചു. പോലീസ് ജീപ്പിന്റെ സൈറൺ ദൂരെ മുഴങ്ങുന്നുണ്ടായിരുന്നു. ഉണ്ണിമായ നേരത്തെ തന്നെ നാട്ടിലെ ചിലരുടെ സഹായത്തോടെ പോലീസിന് വിവരം അറിയിച്ചിരുന്നു. മാണിക്യമംഗലം തറവാട്ടിൽ പുതിയ ഒരു പുലരി ഉദിച്ചു. രാജശേഖരനും കുടുംബവും അഴിക്കുള്ളിലായി. വേശ്യാലയത്തിലേക്ക് വിൽക്കപ്പെട്ട ഒരു പെൺകുട്ടി ഇന്ന് ആ വലിയ തറവാടിന്റെ വെറുമൊരു വെപ്പാട്ടിയല്ല, മറിച്ച് ആദിഭൈരവന്റെ ജീവിത പങ്കാളിയും ആ വീടിന്റെ ഐശ്വര്യവുമായി മാറി. ഉണ്ണിമായ അവളുടെ അമ്മയുടെ സാരി നെഞ്ചോട് ചേർത്തു. കണ്ണീരിന്റെ സ്ഥാനത്ത് ഇപ്പോൾ പുഞ്ചിരിയായിരുന്നു. തന്നെ ചതിച്ചവർക്കുള്ള ഏറ്റവും വലിയ മറുപടി തൻ്റെ ജീവിതമാണെന്ന് ഉണ്ണിമായ തിരിച്ചറിഞ്ഞു. കൂട്ടുകാരെ, ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. ഇതുപോലെ ഹൃദയസ്പർശിയായ കഥകൾക്ക് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുമല്ലോ. താങ്ക്സ് ഫോർ വാച്ചിങ്.